watch me. ഇന്ന് നമ്മളൊരു ഓഫ് ടോപ്പിക് ആയിട്ടൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നാളായി കൂട്ടുകാർ പലരും എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടത്, അപ്പോൾ തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് അതിന് ആവശ്യമായിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റുന്നതാണ്. ഒരു ആൻഡ്രോയിഡ് ഫോണും ഒരു ഹെഡ്സെറ്റും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫോണും ഈ ഒരു ഹെഡ്സെറ്റുമാണ് യൂസ് ചെയ്യുന്നത്. ഫോൺ ആപ്പിളിൻ്റെ ഐഫോൺ എക്സ് ആണ്. ഹെഡ്സെറ്റ് എൻ്റെ കൂടെ വരുന്ന എയർപോഡുമാണ്. ഇത് രണ്ടും വെച്ചാണ് ഞാൻ എൻ്റെ എല്ലാ യൂട്യൂബ് വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ ഹെഡ്സെറ്റ് നമ്മൾ യൂസ് ചെയ്യാൻ നേരത്ത് മാക്സിമം നല്ലൊരു ക്വാളിറ്റിയുള്ള ഹെഡ്സെറ്റ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത സൗണ്ടൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കയറി വരും. അപ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫോണെന്ന് പറയുന്നത് ഈ ഒരു ഫോണാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഫോണാണ്. മുമ്പ് ഞാൻ ഒരു ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ആൻഡ്രോയിഡ് ഫോണിൽ വെച്ച് നോക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ ആൻഡ്രോയിഡും iOSഉം വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് ഡിഫറൻസ് ഉണ്ട്. കുറച്ച് കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് ഈ ഐഫോണിൽ ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആൻഡ്രോയിഡ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഇപ്പോൾ ഈ ഫോണിലാണ് വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യാറ്. സാധാരണ ആഴ്ചയിൽ ഞാൻ 2 വീഡിയോസ് ഇതും ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ഒരു പ്രോഡക്റ്റ് നാളെ എത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഫ്രീ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആ പ്രോഡക്റ്റിൻ്റെ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഞാൻ എന്തൊക്കെയാണ് ഈ യൂട്യൂബിന് യൂസ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരു 4 ഐക്കൺ കാണാൻ പറ്റും. ഈ 4 ഐക്കൺ യൂസ് ചെയ്താണ് ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോസ് എല്ലാം ചെയ്യാറുള്ളത്. ഞാൻ ഫോണിൻ്റെ ക്യാമറ യൂസ് ചെയ്ത് തന്നെയാണ് വീഡിയോസ് റെക്കോർഡ് ചെയ്യാറുള്ളത്. ഞാൻ അത് എഡിറ്റ് ചെയ്യുന്നത് ഈ കാണുന്ന ഇൻഷോട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഞാൻ ഇത് ഫോണിലെല്ലാ വീഡിയോസ് എഡിറ്റ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ആദ്യത്തെ 2 ഓപ്ഷനാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന, വീഡിയോയും ഫോട്ടോയും. വീഡിയോസ് എഡിറ്റ് ചെയ്യാനും ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ യൂട്യൂബിൻ്റെ തമ്പനെയിൽ എഡിറ്റ് ചെയ്യാനുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി ഞാൻ ഇത് ഫോണിൽ സ്ക്രീൻ റെക്കോർഡ് വഴി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സ്ക്രീനിൽ വരുന്ന ഓപ്ഷൻസ് കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതാണ്. സ്ക്രീൻ റെക്കോർഡറിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു ആൻഡ്രോയിഡും iOSഉം തമ്മിൽ കുറച്ച് ഫീച്ചേഴ്സ് ഡിഫറൻസ് ഉണ്ടെന്ന്. അപ്പോൾ അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇത് മുമ്പ് യൂട്യൂബ് യൂസ് ചെയ്തിരുന്ന ഫോണാണ്. ഇതിൽ നമുക്കിവിടെ നോക്കാം, സ്പീഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോർമൽ കാണുന്നത് 1 സെക്കൻഡിലായിരിക്കും കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടിയ ഇപ്പോൾ 1 സെക്കൻഡിലുള്ള വീഡിയോ ആണ് കണ്ടത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടിയ സ്പീഡ് എന്ന് പറയുന്നത് 2 സെക്കൻഡാണ്. അപ്പോൾ 2 സെക്കൻഡിലേ നമുക്ക് ഈ വീഡിയോ സ്പീഡിൽ ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഞാൻ 2 സെക്കൻഡിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ നമ്മുടെ ഐഫോണിൽ നോക്കാം. ഐഫോണിലുള്ള ഇപ്പോൾ അതേ സെയിം വീഡിയോ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സ്പീഡ് നോക്കുവാണെങ്കിൽ സ്പീഡ് എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് 1 സെക്കൻഡാണ്. നമുക്കത് ഏറ്റവും കൂടിയ സ്പീഡ് എന്ന് പറയുന്നത് 4 സെക്കൻഡാണത്. അപ്പോൾ നമുക്കൊരു ഫാസ്റ്റ് ഫോർവേഡായിട്ട് ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഒരു പോർഷൻ കാണിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് മറ്റേ ഐഫോണിൽ തന്നെയാണ്. ഇവിടെ വ്യത്യാസം കാണാൻ പറ്റും. രണ്ടും ആൻഡ്രോയിഡും iOSഉം ഏറ്റവും കൂടിയ ടോപ്പ് സ്പീഡിലാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. കൂടാതെ ഐഫോണിൽ ഇത് കണ്ടിന്യൂസ് പ്ലേ ആയിക്കൊണ്ടിരിക്കും, നമുക്ക് അറിയാൻ പറ്റും ഏത് സ്പീഡിലാണ് നിർത്തേണ്ടതെന്ന്. പക്ഷേ ആൻഡ്രോയിഡിൽ നമുക്ക് എപ്പോഴും ബട്ടൺ പ്രസ് ചെയ്യണം പ്ലേ ചെയ്യാൻ വേണ്ടി. iOSൽ കണ്ടിന്യൂസ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ്രോയിഡിൽ നമ്മൾ എപ്പോഴും വേണമെങ്കിലും പ്രസ് ചെയ്തെങ്കിൽ അത് വർക്ക് ആവത്തുള്ളൂ. പിന്നുള്ളൊരു 2 ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് കാണാൻ പറ്റും, ഫ്രീസ് എന്ന് പറയുന്ന ഓപ്ഷൻ കഴിഞ്ഞിട്ട് ഐഫോണിൽ 2 ഓപ്ഷനും കൂടെ ഉണ്ട്. റിവേഴ്സ് എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്, പിന്നെ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്. റിവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് വീഡിയോ റിവേഴ്സിൽ പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. അപ്പോൾ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും, 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വീഡിയോയുടെ റെസൊല്യൂഷൻ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നോർമലായിട്ട് 720യിലാണ് കിടക്കുന്നത്, നമുക്കത് 180യിൽ വീഡിയോ റെസൊല്യൂഷൻ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വരുന്നത് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഐറ്റം സ്റ്റിക്ക് ടു ഫ്രെയിം എന്ന് പറയുന്നതാണ്. ഈ ഓപ്ഷൻ ആൻഡ്രോയിഡിലില്ല. ഇത് ഇനേബിൾ ചെയ്താൽ നമുക്ക് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെ അറ്റാച്ച്മെൻറ്റ് ചേർക്കുന്നുണ്ടോ ആ അറ്റാച്ച്മെൻ്റ് എല്ലാം ആ ഒരു ക്ലിപ്പിങ്ങിൽ തന്നെ
ചേർന്നിരിക്കും. അത് നമ്മൾ ആ ക്ലിപ്പ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൊത്തത്തിലുള്ള അറ്റാച്ച്മെൻറ്റും എല്ലാം അതിൻ്റെ കൂടെ തന്നെ ഡിലീറ്റായി പോകുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മളൊരു ആവശ്യമില്ലാത്തൊരു വീഡിയോ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എളുപ്പം ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുന്ന വഴി നമുക്ക് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. ആൻഡ്രോയിഡിൽ അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ ഈ എഡിറ്റ് ചെയ്യുന്ന വീഡിയോയുടെ എൻഡ് റിസൾട്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും കൂടെ കാണാൻ മറക്കാതിരിക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കുള്ള സ്റ്റെപ്സ് മിസ്സാവും. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡറിലേക്ക് പോയിട്ട് നമ്മൾ ഈ വീഡിയോ ഒക്കെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം വീഡിയോസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോഴും നിങ്ങളുടെ വീഡിയോസ് ഓപ്പണായി വരും. അതിന് ആവശ്യമുള്ള വീഡിയോസ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വലിയ വീഡിയോസ് ആണെങ്കിൽ ആവശ്യമില്ലാത്ത പാർട്ട് ഇവിടെ തന്നെ നമുക്ക് ട്രിം ചെയ്ത് കളയാൻ പറ്റും. എന്നിട്ട് ഈ ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ താഴെ ആഡ് ചെയ്ത ക്ലിപ്പ് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിപ്പ് ലെഫ്റ്റിനും റൈറ്റിലോട്ടും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നടുക്ക് കാണാൻ ഒരു വൈറ്റ് ലൈൻ കിടക്കുന്ന കാണാം. ആ ലൈൻ വെച്ചിട്ട് നമ്മളിപ്പോൾ അവിടെ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ആ ക്ലിപ്പ് അവിടെ വെച്ച് സ്പ്ലിറ്റ് ആവുന്നതായിരിക്കും. അടുത്തത് ആ ക്ലിപ്പിൽ കാണുന്ന ആ ഒരു വൈറ്റ് സ്ക്വയർ ഷേപ്പിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലിപ്പുകൾ തമ്മിലുള്ള ട്രാൻസിഷൻ ഡിസൈൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ അവിടെ പല ഷേപ്സ് എങ്ങനെയാണ് ട്രാൻസിഷൻ ഉള്ളതെന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ മേളിൽ കാണാൻ പറ്റും വീഡിയോ പല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ താഴെയുള്ള ഓപ്ഷൻസ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മളതിൻ്റെ പ്രോ വെർഷൻ വാങ്ങിക്കണം ആപ്ലിക്കേഷൻ്റെ. പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ ബേസ് വെർഷൻസ് കൊണ്ട് തന്നെ നമുക്ക് നല്ല വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് നോക്കുന്നത് നമ്മുടെ ഈ വീഡിയോൻ്റെ ക്യാൻവാസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഏത് തരം വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ചുള്ള ക്യാൻവാസ് ഇവിടെ ചൂസ് ചെയ്യണം. ഞാൻ ഇവിടെ യൂട്യൂബ് എന്ന് പറയുന്ന ക്യാൻവാസാണ് ചൂസ് ചെയ്യുന്നത് 16:9. അപ്പോൾ ആ ക്യാൻവാസ് ചൂസ് ചെയ്തിട്ട് തന്നെ നമുക്കിവിടെ പല ഓപ്ഷൻസ് വേറെ അവൈലബിൾ ആണ്. വീഡിയോ സൂം ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വേണമെങ്കിൽ പ്രത്യേകം ഒരു പിക്ചർ നൽകുക, അല്ലെങ്കിൽ നമുക്ക് ബ്ലർ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ വീഡിയോയിലുള്ള ഇമേജ് തന്നെ ഒരു ബ്ലറായിട്ട് നമുക്ക് ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാൻ പറ്റും. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോയുടെ സൈസ് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ സൂം ഓപ്ഷൻ ഉപയോഗിച്ച് സൂം ഔട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ കാണിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണ് വേറൊരു പ്രത്യേകമുള്ളൊരു ഓപ്ഷൻ. ഇപ്പോൾ നമ്മളൊരു സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്കത് ഒരു ഫുൾ ലെങ്ത് യൂട്യൂബിൻ്റെ ആ ഒരു ലേ ഔട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ബാക്ക്ഗ്രൗണ്ട് ഫീച്ചർ ഉപയോഗിക്കുകയാണെങ്കിൽ. അടുത്തായിട്ട് നോക്കുന്നത് സോങ് ആണ്. ഇപ്പോൾ നമ്മളൊരു വീഡിയോയിൽ സോങ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ മുകളിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ട്രാക്ക് ഉണ്ട്, എഫക്ട്സ് ഉണ്ട്, പിന്നെ റെക്കോർഡും ഉണ്ട്. നമ്മളിപ്പോൾ ഫോണിലുള്ള ട്രാക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ട്രാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ട്രാക്സ് എല്ലാം നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ കിട്ടുന്നതാണ്. ഏത് സോങ്ങാണോ യൂസ് ചെയ്യേണ്ടത് അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അത് ഫസ്റ്റ് ഒന്ന് കേട്ടിട്ട് നമുക്ക് അത് യൂസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ വീഡിയോയുടെ കൂടെ ആഡ് ആവുന്നത് കാണാൻ പറ്റും. ഇനി ഈ സോങ് ട്രിം ചെയ്യാനാണെങ്കിൽ നമുക്കിവിടെ ആ കാണുന്ന വൈറ്റ് സ്ക്വയറിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലെഫ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഏത് സ്ഥലത്താണോ വെച്ച് കട്ട് ചെയ്യേണ്ടത് നമുക്ക് ആ പോർഷനിൽ കൊണ്ടുവച്ചിട്ട് നമുക്ക് മേളിൽ സ്പ്ലിറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ സ്പ്ലിറ്റ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്കത് സ്പ്ലിറ്റ് ചെയ്തിട്ട് പഴയ ഭാഗം സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റായി പോകുന്നതാണ്. എന്നിട്ട് ഈ ട്രാക്കിൽ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഇതിൻ്റെ ഫസ്റ്റ് ഈ വീഡിയോയുടെ ഫസ്റ്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റാർട്ടിങ് തൊട്ട് ആ സോങ് പ്ലേ ആവുന്നതാണ്. അപ്പോൾ അടുത്ത് നമുക്ക് അവിടെ മേളിൽ റെക്കോർഡ് എന്ന ഓപ്ഷനും ഉണ്ടായിരുന്നു. റെക്കോർഡ് പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ വീഡിയോയുടെ കൂടെ സംസാരിക്കണമെങ്കിൽ നമുക്ക് ഈ റെക്കോർഡ് ഓപ്ഷൻ ഉപയോഗിച്ച് വീഡിയോയുടെ കൂടെ സംസാരിച്ചിട്ട് ആ ടിക്ക് ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോയുടെ കൂടെ അത് പ്ലേ ആവുന്നതായിരിക്കും. വേണ്ടാത്ത ഓപ്ഷൻസ് നമുക്കിങ്ങനെ സെലക്ട് ചെയ്തിട്ട് മേളിൽ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഡിലീറ്റ് ആയി പോകും. പിന്നെ വേണ്ടുന്ന ഓപ്ഷൻസ് നമുക്ക് ഇതാണെങ്കിൽ മേളിലോട്ടോ താഴോട്ടോ റീഅറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. വേണ്ടാത്തത് അവിടെ പ്രസ് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ആക്കാം. പിന്നെ ഓഡിയോയിൽ സെലക്ട് ചെയ്തിട്ട് വോളിയം എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ നമ്മൾ റെക്കോർഡ് ചെയ്ത ഓപ്ഷൻ ട്രിം ചെയ്യാൻ പറ്റും. ഇത് കണക്ക് ലെഫ്റ്റും റൈറ്റും സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ട്രിം ആക്കാൻ പറ്റും. പിന്നെ വോളിയമിൻ്റെ ലെവല് നമുക്കിവിടെ കൂട്ടാൻ പറ്റുന്നതാണ്. പിന്നെ ഫെയ്ഡ് ഔട്ടും ഫെയ്ഡ് ഇന്നും ഉണ്ട്. ഓഡിയോയുടെ തുടക്കം കുറഞ്ഞ വോളിയത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറഞ്ഞ വോളിയത്തിൽ അവസാനിക്കാനാണ് ഈ ഫെയ്ഡ് ഇന്നും ഫെയ്ഡ് ഔട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണക്ക് നമ്മൾ ഈ ഫീച്ചർ യൂസ് ചെയ്തിട്ട് മേളിൽ ടിക്ക് മാർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സെറ്റിങ് സേവ് ആവുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഈ സേവ് ചെയ്ത ഓഡിയോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ മേളിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓഡിയോ ക്ലിപ്പ് വീണ്ടും റിപ്പീറ്റായിട്ട് ഡ്യൂപ്ലിക്കേറ്റായി തന്നെ വരുന്നതായിരിക്കും. ആവശ്യമില്ലാത്തത് സെലക്ട് ചെയ്തിട്ട് മേളിൽ ഡിലീറ്റ് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അത് ഡിലീറ്റായി പോകുന്നതായിരിക്കും. പിന്നെ നമ്മുടെ മ്യൂസിക് ലൈബ്രറിയിൽ ഇല്ലാത്ത ഒരു സോങ് ആഡ് ചെയ്യണമെങ്കിൽ ട്രാക്ക് പ്രസ് ചെയ്തിട്ട് നമുക്കവിടെ ഫീച്ചേർഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് ഇമ്പോർട്ട് മ്യൂസിക് എന്ന് പറഞ്ഞ
ഒരു ഓപ്ഷനുണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷനിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് കിടക്കുന്നതായിരിക്കും. നമുക്ക് ഇവിടെ നിന്ന് ഇത് സെലക്ട് ചെയ്ത് വീഡിയോയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ താഴെ കുറച്ച് ഇൻബിൽറ്റ് ട്യൂൺസും കിടപ്പുണ്ട്. അത് യൂസ് ചെയ്താൽ കോപ്പറേറ്റ് ഇഷ്യൂസ് വരും. അതുകൊണ്ട് അത് മാക്സിമം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. സോങ് സെലക്ട് ചെയ്തിട്ട് യൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓഡിയോ നമ്മുടെ വീഡിയോയുടെ മേളിലായിട്ട് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഒരു സോങ് പെട്ടെന്ന് നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള യൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇവിടെ സെലക്ട് ആവുന്ന കാണാം. ഇപ്പോൾ നമുക്കിത് ഓഡിയോ ട്രിം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓഡിയോ ട്രിം ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഏത് പോർഷനാണോ നമ്മൾ ട്രിം ചെയ്യേണ്ടത് ആ പോർഷനിൽ ഈ ലൈൻ കൊണ്ടുവരിക. എന്നിട്ട് അത് സെലക്ട് ചെയ്തിട്ട് സ്പ്ലിറ്റ് കൊടുത്ത് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഓഡിയോയിൽ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് നേരെ നമ്മുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ ഓഡിയോ പ്ലേ ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ ഈ ഓഡിയോ കട്ട് ചെയ്യേണ്ടത് അവിടെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇതിപ്പോൾ ചെയ്ത കണക്ക് തന്നെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ എവിടെയാണോ നമുക്ക് ആ ഓഡിയോ വേണ്ടുന്നത് ആ ഭാഗത്ത് കൊണ്ട് പ്ലേസ് ചെയ്താൽ മതി. എന്നിട്ട് മുകളിൽ കാണുന്ന ടിക്ക് ഓപ്ഷൻ പ്രസ് ചെയ്യുക. അടുത്ത് നമ്മൾ ആഡ് ചെയ്ത വീഡിയോ ക്ലിപ്പ് റീഅറേഞ്ച് ചെയ്യാനായിട്ട് വീഡിയോ ക്ലിപ്പിൻ്റെ ഒരെണ്ണത്തിൻ്റെ പുറത്തൊന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ക്ലിപ്പ് സെലക്ട് ചെയ്ത് വലത്തോട്ടും ഇടത്തോട്ടും നമുക്കിങ്ങനെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് ആനിമേറ്റഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും നോക്കാം. അവിടെ സ്റ്റിക്കർ എന്നാണെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള ആനിമേറ്റഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഫ്ലെയിമിൻ്റെ സ്റ്റിക്കറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് സ്ക്രോൾ ചെയ്ത് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് വെച്ചാൽ അതവിടെ തന്നെ സെലക്ട് ആവുന്നതാണ്. പിന്നെ ബാക്കിയുള്ള സ്റ്റിക്കേഴ്സ് നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പ്രോ വെർഷനിൽ കൂടുതൽ സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ സ്റ്റിക്കർ നമുക്ക് ലെങ്ത് കൂട്ടാനായിട്ട് അതിൻ്റെ സൈഡിലുള്ള ആ വൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് വീഡിയോയുടെ എൻഡ് വരെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയുടെ ലെങ്തിൽ നമുക്ക് ആ സ്റ്റിക്കർ കിട്ടും. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആവുന്നതാണ്. അടുത്ത നമുക്ക് എഫക്ട്സ് നോക്കാം. വീഡിയോ ക്ലിപ്പിൽ പലതരം എഫക്ട്സ് നമുക്ക് ഇതുവഴി ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് കുറച്ച് എഫക്ട്സ് ഈ ബേസ് വെർഷനിൽ കിട്ടുന്നുണ്ട്. പക്ഷേ പ്രോ വെർഷൻ ആണെങ്കിൽ നമുക്ക് കൂടുതൽ എഫക്ട്സ് നമുക്ക് ഇതിനകത്ത് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ബേസ് ആയിട്ടുള്ള വെർഷനിൽ തന്നെ നല്ല ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. അതിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. എന്നിട്ട് സൈഡിൽ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ വരുന്നതായിരിക്കും. സ്റ്റിക്കർ മാതിരി തന്നെ ആ സൈഡിലുള്ള വൈറ്റ് ബട്ടൺ പിടിച്ചിട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ലെങ്ത് നമുക്ക് ഈ വീഡിയോയിൽ ആ ഒരു എഫക്റ്റ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇവിടെ നോക്കാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രോപ്പ് ഓപ്ഷനാണ്. 3 തരത്തിൽ നമുക്കിവിടെ വീഡിയോ ക്രോപ്പ് ചെയ്യാൻ പറ്റും. ട്രിമ്മുണ്ട്, കട്ടുണ്ട്, സ്പ്ലിറ്റുണ്ട്. ആ വൈറ്റ് ഐക്കണിൻ്റെ പ്ലേസ്മെൻറ്റ് അനുസരിച്ചാണ് ഇതിൽ ഫങ്ഷൻ വർക്കാവുന്നത്. അടുത്തായിട്ട് വരുന്ന ഓപ്ഷൻ ക്ലിപ്പിൻ്റെ സ്പീഡ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർട്ടിങ് 1 സെക്കൻഡ് ആയിരിക്കും. അത് നമുക്ക് 4 സെക്കൻഡ് വരെ നമുക്ക് സ്പീഡിൽ ഈ ക്ലിപ്പ് റൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഫാസ്റ്റ് ഫോർവേഡായിട്ടൊക്കെ വീഡിയോ ഓടിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്പീഡിൽ ക്ലിപ്പ് റൺ ആവുന്നതാണ്. പിന്നെ വരുന്ന 2 ഓപ്ഷൻ റൊട്ടേറ്റും ഫ്ലിപ്പുമാണ്. നമുക്ക് നമ്മുടെ ക്ലിപ്പ് ഏത് ഓറിയൻറ്റേഷനിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് ഈ 2 ഓപ്ഷൻസ് വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്ന ഫ്രീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഫ്രീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ലിപ്പ് റൺ ചെയ്യത്തില്ല. അത് അതേ കണക്ക് തന്നെ ഫ്രീസായി തന്നെ നിൽക്കും അവിടെ. പിന്നെ ഒരു ഓപ്ഷനുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ചില വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ വീഡിയോസിൻ്റെ പുറത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ടി എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്, ടെക്സ്റ്റ്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയിനകത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ഇവിടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ എന്ന് പറയുന്നൊരു ടെക്സ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാൻ പറ്റും അതിൻ്റെ കളറിൻ്റെ ഒരു സിമ്പലുണ്ട് അതിനകത്ത്. ആ കളറിൻ്റെ സിമ്പൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ പല തരത്തിലുള്ള കളേഴ്സ് ചെയ്യാൻ പറ്റും ആ ടെക്സ്റ്റിൽ. പിന്നെ ഫോണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ടെക്സ്റ്റിന് എന്ത് ഫോണ്ട് സ്റ്റൈലാണ് വേണ്ടുന്നതെന്ന് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിന് ചുറ്റുമുള്ള ബാക്ക്ഗ്രൗണ്ട് പിന്നെ അതിൻ്റെ ഷാഡോസ് അതെല്ലാം നമുക്കവിടെ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. അത് സെലക്ട് ചെയ്ത് നമുക്കത് മാറ്റാൻ പറ്റും. പിന്നെ തൊട്ട് താഴെ അതിൻ്റെ ഒപ്പേസിറ്റിയും കിട്ടുന്നതാണ്. അപ്പോൾ ഒപ്പേസിറ്റി വെച്ച് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് എത്ര ബ്രൈറ്റ്നെസ്സിൽ നമ്മുടെ വീഡിയോയിൽ കാണണമെന്ന് നമുക്കറിയാൻ പറ്റും. പിന്നെ ടെക്സ്റ്റിൽ നമ്മൾ എൻ്റർ ചെയ്ത ടെക്സ്റ്റിൽ പിടിച്ചിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ വേറെ സ്ഥലങ്ങളിൽ പ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ടെക്സ്റ്റ് പ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ തൊട്ടടുത്തുള്ള റീസൈസ് ബട്ടണും ഉണ്ട്. ടെക്സ്റ്റിൻ്റെ അടുത്ത് തന്നെ കാണാൻ പറ്റും. റൗണ്ടിൽ ഒരു ആരോ ബട്ടൺ ഉണ്ട്. ഈ ആരോ ബട്ടണിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് 2 ഫിംഗേഴ്സ് ഉപയോഗിച്ച് ഇങ്ങനെ സൂം ഔട്ടും സൂമിനും ചെയ്താൽ നമുക്ക് ഇതിൻ്റെ സൈസ് കുറയ്ക്കാനും കൂട്ടാനും പറ്റുന്നതാണ്.
അപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ ഒന്ന് പ്ലേസ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ടെക്സ്റ്റിനും നമുക്ക് ട്രാൻസിഷൻ എഫക്ട്സ് കൊടുക്കാൻ പറ്റും. ഈ കാണുന്ന ഐക്കൺ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിന് എന്ത് തരം ട്രാൻസിഷനാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ ഓരോ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ കാണാൻ പറ്റും ടെക്സ്റ്റിൻ്റെ ട്രാൻസിഷൻ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ബേസ് വെർഷന് തന്നെ അത്യാവശ്യം വേണ്ടുന്ന ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. പ്രോ വെർഷൻ ആണെങ്കിൽ കുറച്ചുകൂടെ എഫക്ട്സ് കാണും, പക്ഷേ പ്രോ വെർഷൻ നമുക്ക് ആവശ്യമില്ല. ഈ ബേസ് വെർഷൻ ഉപയോഗിച്ചാൽ ഏകദേശം നല്ല വീഡിയോസ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആവശ്യമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് മേലുള്ള ടിക്ക് മാർക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതവിടെ സെലക്ട് ആവുന്നതാണ്. മുകളിൽ 2 സ്ലൈഡിങ് ബട്ടൺ ഉണ്ട്, അത് യൂസ് ചെയ്യണമെങ്കിൽ ഈ ട്രാൻസിഷൻ്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആ ടെക്സ്റ്റിനകത്ത് കാണുന്ന ആ ഒരു വൈറ്റ് ഐക്കൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയുടെ എൻഡ് വരെ ഈ ഒരു ടെക്സ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് iOS-ൽ മാത്രം കിട്ടുന്നൊരു ഓപ്ഷനാണ് അൺഡു റീഡു ബട്ടൺ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ കാണാം, നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്ന റിവേഴ്സ് ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണോ നമ്മൾ ചെയ്തത് അത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ അവിടെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുകയാണ്. ഈ ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് ഇത് നമ്മൾ സേവ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അത് നമുക്ക് ആൻഡ്രോയിഡിലാണെങ്കിൽ നമുക്കത് അവിടെ തന്നെ പേസ്റ്റായി പോകും, നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് ആഡ് ചെയ്ത ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ റിവേഴ്സ് ബട്ടൺ യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ഒരു ഐഫോണിലാണെങ്കിൽ. ഇപ്പോൾ ഞാൻ ഇവിടെ ഈ അൺഡു ബട്ടൺ യൂസ് ചെയ്തപ്പോൾ കാണാൻ ടെക്സ്റ്റ് പോയിരിക്കുന്നു. പിന്നെ റീഡു ചെയ്യുമ്പോൾ ടെക്സ്റ്റ് പിന്നെ ഇവിടെ തിരിച്ചു വരുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ ആൻഡ്രോയിഡിൽ അവൈലബിൾ അല്ല. ഇപ്പോൾ നമ്മുടെ ഏകദേശം എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തൊട്ട് മേളിൽ കാണുന്ന ഷെയർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വീഡിയോ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. സേവ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ നമ്മുടെ ഏത് ഫോർമാറ്റാണോ യൂസ് ചെയ്യുന്ന ആ ഫോർമാറ്റിലേക്ക് കൺവേർട്ടായി ഫോണിൻ്റെ ഗാലറിയിലേക്ക് സേവ് ആവുന്നതാണ്. സേവ് ആയതിനു ശേഷം നമുക്ക് യൂട്യൂബ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്ലോഡ് ചെയ്തതിന് ശേഷം യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയ്ക്കുള്ള തമ്പനെയിലൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആഡ് ചെയ്തതിന് മുമ്പ് തമ്പനെയിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. തുടക്കം കാണിച്ച ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തമ്പനെയിൽ ഈ ആപ്ലിക്കേഷൻ തന്നെ എഡിറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെയും സേവ്. Fucking fight back. Fucking fight back. You ain't never ever gonna break it. You can never beat them and they're better than you face it. Thinking that they give a damn, you're not thinking straight, kid. No, they don't give a damn, you got what I'm saying? I'm not fucking playing, I'll give it to you straight, man. There's too many others and you're not that great, man. Stop what you're saying, stop what you're making. Everybody